അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു സങ്കട വാർത്തയായിട്ടാണല്ലേ നമ്മുടെ കേരളം ഉണർന്നത് തന്നെ അല്ലേ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഇതായേക്കണേണല്ലേ, ഉരുൾപൊട്ടി. അപ്പോൾ അർജുൻ്റെ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മളെല്ലാവരും ഒന്ന് ആ ഷോക്കിൽ നിന്നൊന്ന് ആരും വിട്ടുമാറിയിട്ടില്ല. എന്നാൽ പോലും അർജുൻ്റെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അർജുനെ പോലും കണ്ടെത്തിയിട്ടില്ല. ആ സമയത്തിന് മുന്നേ തന്നെ വേറൊരു ദുരന്ത വാർത്തയും കൂടിയിട്ട് നമ്മളെ തേടി വന്നേക്കണേണല്ലേ. അപ്പോൾ വാർത്തയിൽ പറയുന്നത് 19 പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ഒട്ടും എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് നമ്മളെ തേടി ഇപ്പോൾ കേരളക്കരയെ തേടി വന്നേക്കണത്. ഞാൻ അർജുൻ്റെ ന്യൂസ് എല്ലാതും എന്തെങ്കിലും വാർത്തയിൽ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ന്യൂസ് ചാനൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വെച്ചത്. അപ്പോൾ ഇന്നലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, 2-3 ജില്ലകളിൽ സ്കൂളില്ല. അപ്പോൾ അതിൽ എറണാകുളം ജില്ലയിലും ഇല്ല. അപ്പം എറണാകുളം ജില്ലക്കാർക്കും ഇല്ല എന്നുള്ളത് ഇന്നലെ തന്നെ വാർത്തയിലുണ്ടായിരുന്നു. കൊണ്ടിട്ട് സ്കൂളില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായി ഇന്നലെ തന്നെ. പക്ഷെ അപ്പോൾ അർജുൻ്റെ എന്തെങ്കിലും വാർത്ത എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ന്യൂസ് വെച്ചതാണ്. അപ്പോഴാണെങ്കിലോ അതിനേക്കാളും വലിയൊരു ന്യൂസായിപ്പോയി ടി വി കണ്ടത്. ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 400-ലേറെ ആൾക്കാരുണ്ടെന്നാണ് പറയണത്. അപ്പം എന്താണല്ലേ, നമുക്ക് ഓരോരോ സങ്കടങ്ങൾ മാറുമ്പോൾ പിന്നെയും നമ്മളെ തേടി ഓരോ സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ നല്ല കനത്ത മഴയാണെന്നും പറയുന്നുണ്ട്. 2 പ്രാവശ്യം ഉരുൾപൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരെയും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ, ഒരു പരിക്കുകളും കാര്യങ്ങളും ഇല്ലാതെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ, ജീവനോടെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അവരവരെ വീടുകളിലൊക്കെ സേഫായിട്ട് ഇരിക്കട്ടോ. നമ്മൾ ചെറിയൊരു മഴ വരുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ പുറത്ത് പോകും. ചെറിയൊരു ഇടിമിന്നലുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകും. ആ നിസ്സാരമല്ലേ, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായി നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി കാണുന്നൊരു കാര്യമായിരിക്കും നമ്മളെ ജീവൻ എടുക്കുന്നത്. അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എത്രയോ കുഞ്ഞുങ്ങളൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, അമ്മമാരെയൊക്കെ വീട്ടുകളിൽ കിടന്നുറങ്ങിയതാണ്. അവർ പോലും ചിന്തിച്ചിട്ടുണ്ട് രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. അപ്പോൾ എല്ലാവരും അവരവരെ വീടുകളിലൊക്കെ സേഫായിട്ട് ഇരിക്കുക കേട്ടോ. മഴയും കാര്യങ്ങളും എല്ലായിടത്തും ശക്തമായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളവിടെ ഇപ്പോൾ മഴ ഉണ്ടെന്ന് പറയാനായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ആയിട്ടേ നിൽക്കുന്നുള്ളൂ. പക്ഷെ പലയിടങ്ങളിലും നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് വാർത്തയിൽ കേട്ട്. അപ്പം എല്ലാവരും സേഫാവുക. ഉള്ളിലൂടെ ഓരോരുത്തരായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിന് പകരമായി താൽക്കാലികമായി അവിടെ ഒരു പാലം, കയറുകൊണ്ടുള്ള ഒരു പാലം അടിയന്തരമായി നിർമ്മിച്ചാൽ മാത്രമേ ആളുകൾക്ക് അക്കരയ്ക്ക് കടക്കാനുള്ള ഒരു ശ്രമം സാധ്യമാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ വാർത്ത? അപ്പം 100-ലേറെ വീടുകളൊക്കെ ഒലിച്ചു പോയി എന്നാണ് പറയണത്. എന്താണല്ലേ നമ്മുടെ ഓരോരോ അവസ്ഥകളല്ലേ, ഓരോന്ന് കഴിയുന്തോറും ഓരോന്ന് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നതാണല്ലേ. ഇപ്പോൾ മഴ കാരണം തന്നെ ഇപ്പം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഡെങ്കിപ്പനി പടരുന്നുണ്ടെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ഒട്ടുമിക്ക ആശുപത്രികളിലും ഡെങ്കിപ്പനി മൂലം ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയും പോലെ അതും നമ്മൾ നിസ്സാരമായിട്ട് കാണുകയാണ്. ഇപ്പോൾ ഈ പറയുന്നില്ലേ, ചിലപ്പം ഈ കാണുന്ന ഈ ഓരോ തുള്ളികളായിട്ട് വീഴുന്ന ഒരു വെള്ളമായിരിക്കും. പക്ഷെ ആ വെള്ളത്തിൽ നമ്മൾ ചെറിയ അണുക്കൾ ഉള്ളതുപോലെ നമ്മൾ കാണില്ല. നമ്മൾ കണ്ടാലാ അതിപ്പോൾ മഴ പെയ്ത വെള്ളമില്ല, അതിലിപ്പോൾ എന്തുണ്ടാവാനാന്ന് വെച്ചാൽ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. വലിയ അസുഖങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഗതിയൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വെള്ളവും കാര്യങ്ങളും ഉള്ളതൊക്കെ നമ്മൾ മാക്സിമം അടിച്ച് കളയാനും, അതുപോലെ തന്നെ ഈ ചിരട്ടകളിൽ പാത്രങ്ങളിൽ ഒക്കെ കിടക്കുന്ന വെള്ളമൊക്കെ നമ്മളതൊക്കെ കൊട്ടിക്കളയാൻ നമ്മൾ ശ്രമിക്കണമെന്നല്ല, നമ്മളത് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീടുകളിലും കുഞ്ഞുങ്ങളുള്ളതാണ്, കുഞ്ഞുങ്ങൾ തന്നെയല്ല വലിയവരുള്ളതാണ്. ഡെങ്കിപ്പനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് വേദന അനുഭവിപ്പിച്ചിട്ടേ ആ അസുഖം നമ്മുടെ അടുത്ത് നിന്ന് പോകുകയെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല പെയിൻ ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. കാരണം അതുപോലെ തന്നെ നമ്മൾ ആ ഫേസിൻ്റെ, മൂക്കിൻ്റെ അവിടെ, കണ്ണിൻ്റെ താഴെ നമ്മളെ ഫേസൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പൊട്ടും, നമ്മളെ നാവില്ലേ, നാക്കിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടി ഇതായി ആകെ ആകെ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് വെട്ടി വീർക്കുക, തളർച്ച, കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡെങ്കിപ്പനിയിലൂടെ ഉണ്ടാവണുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ വെള്ളമൊക്കെ ഇതൊക്കെ നമുക്കിപ്പോൾ ഒഴിവാക്കി കളയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുള്ളതാണ്. നമുക്കിവിടെ താഴെ മണ്ണായത് കൊണ്ടിട്ട് അതിപ്പോൾ ഈ മഴ നിന്ന് കഴിയുമ്പോൾ താഴെ വലിഞ്ഞു പോകാറുണ്ട് നമ്മളിവിടുത്തെ വെള്ളം. ഇപ്പം ഞങ്ങളവിടെ കണ്ട, ഞങ്ങൾ താമസിക്കുന്ന കണ്ട ഈ സൈഡായിട്ടേ മാത്രമേ വെള്ളം നിൽക്കാറുള്ളൂ. അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കി കെട്ടിയേക്കണേണ്, അപ്പുറം മണ്ണാണ്. പക്ഷെ അങ്ങനെ വെള്ളം നിൽക്കാറില്ല. നമുക്ക് വെള്ളം നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് വെള്ളം നിൽക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഈ വെള്ളത്തിലേക്കൊന്നും നമ്മൾ ഇറങ്ങാറില്ല, മഴ പെയ്തതിന് ശേഷം ഇറങ്ങാറില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിത് നിസ്സാരമായി കാണരുത്, അല്ലേ? നമ്മളെ ഇവിടെ മുൻപിലും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറില്ല, ഇങ്ങനെ കോൺക്രീറ്റ് പോലെ ചെയ്തേക്കണം. എന്നിട്ട് നമുക്കിവിടെ വെള്ളം നിൽക്കാറില്ല. പക്ഷെ എന്നാലും ചെറിയ ചെറിയ കിടക്കുന്ന വെള്ളം കാര്യങ്ങളിലും നമ്മളത് ശ്രദ്ധിക്കാട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഈ തുള്ളി തുള്ളിയായിട്ട് വീണ വെള്ളം പോലും ഞാൻ മഴ തോർന്നു കഴിയുമ്പോൾ മുറ്റടിക്കുമ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഞാൻ അടിച്ച് കളയലാണ്. കാരണം എന്ന് വെച്ചാൽ മുറ്റത്ത് ഞാൻ ഒരു വെള്ളം തുള്ളി നിർത്താറില്ല. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ കളിക്കണത് ബേക്കൊച്ച് പോകാറില്ല. അവർ മുൻവശത്താണ് അവർ കളിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ മക്കളെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എല്ലാം നമ്മളാണ്. അപ്പോൾ ഒരസുഖം വരാനായിട്ട് ഏത് വഴിയിലൂടെ വേണമെങ്കിലും നമുക്ക് അസുഖം വരാം. പക്ഷേ ആ അസുഖത്തെ നമുക്ക് എങ്ങനെ വരാതിരിക്കാമെന്ന് നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എന്നുവെച്ചാൽ ഉത്തരവാദിത്തമാണ് നമ്മളെ കാര്യം നോക്കല്, നമ്മളെ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. ഈ പറയുന്ന കാര്യം മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ പിന്നെയും ഓരോ വീഡിയോയിലെടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇപ്പോൾ പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഓരോ ദിവസം ചെല്ലുന്തോറും മഴ കൂടി വന്നുകൊണ്ടിരിക്കണം, മഴ കുറയുന്നില്ല. അതുകൊണ്ടിട്ടാണ് നിങ്ങളോട് ഞാൻ വീണ്ടും ഈ ഡെങ്കിപ്പനിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കാട്ടോ. അപ്പം ഇപ്പോൾ കേട്ടില്ലേ, നമ്മളെ വയനാട്ടിൽ ഇപ്പോഴും വാർത്തയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 400 പേരിലധികം ആളുകളുണ്ടെന്നാണ് പറയണത്. 100 വീടോളം ഒലിച്ച് പോയി എന്നാണ് പറയണത്. എന്തോരാഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ടുണ്ടാവും നമ്മളെപ്പോലെ. ഇന്ന് നേരം വെളുക്കുമ്പോൾ നാളെ ഇന്നത് ചെയ്യാം നമുക്ക്. അങ്ങനെ ഓരോരോ ദിവസങ്ങളും ഓരോരോ പ്രതീക്ഷകളും ഓരോരോ സ്വപ്നങ്ങളായിട്ടൊക്കെ നമ്മൾ എണീക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. പക്ഷേ എന്താ പറയുക, കാലാവസ്ഥ ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അതിലുള്ള ഒരു വാർത്തയിൽ ഇപ്പം ജയ് ഹിന്ദ് ചാനൽ വാർത്തയിൽ പറയുന്നുണ്ടായി, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു അപകടമായി പോയി ഉരുൾപൊട്ടൽ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നല്ല വന്നത്. അപ്പം നമ്മൾ രോഗം വരാതിരിക്കാൻ നമ്മൾ നോക്കാം. രോഗം എവിടെ നിന്ന് വീണെങ്കിലും നമ്മളിലേക്ക് വരും. പക്ഷേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അപ്പം അസ്സലാമു അലൈക്കും. എല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ എല്ലാവരുടെ പ്രാർത്ഥനയിലും അർജുനുണ്ടാവണം, അർജുൻ്റെ വീട്ടുകാരുണ്ടാവണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും അർജുൻ്റെ വീട്ടുകാരെ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഓരോ ദിവസം തിരച്ചിൽ നടത്തുന്തോറും ഞാൻ ആ വാർത്തയിൽ ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കാറുണ്ട്. പടച്ചോനെ അവിടെ നിന്ന് കിട്ടണേ, എവിടെന്നെങ്കിലും ഒന്ന് കിട്ടണേ റബ്ബേ. ഇപ്പോഴും മനസ്സ് പറയുന്നത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, മരിക്കാതെ ആ കുഞ്ഞു മോനെയും കാത്ത് ഭാര്യേനെയും അച്ഛനമ്മനെയും തേടി വരും. എവിടെയോ ഒരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട് അർജുൻ എന്നാണ് മനസ്സ് ഇപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ ആവട്ടെ, എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനാവട്ടെ എന്ന് പ്രാർത്ഥിക്കണേണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.